എനിക്ക് മാങ്ങ പറിക്കണമോ അതോ ചക്ക പറിക്കണമോ അതോ ഈന്തപ്പം പറിക്കണമോ എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കുകയാണ് ഈ വെയിലത്ത്, ഈ ത്രിസന്ധ്യ സമയത്ത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു വെയിൽ സമയത്ത്, അതായത് സമ്മർ ഇൻ UK അല്ലെങ്കിൽ സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മൾ സുഹൃത്തുക്കൾ എന്ന് കരുതുന്ന പലരും പലപ്പോഴും നമുക്കിട്ട് പാരമണിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, വലിച്ചെറിഞ്ഞിട്ടുമുണ്ടാകും. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ കൂടി നിന്നതിന് ശേഷം പല തരത്തിലും പല കളികൾ നടത്തി നമ്മൾ പോലും അറിയാതെ നമ്മളെ ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ നമ്മളെ അറിയണ്ട, നമ്മളെ കാണണ്ട, നമ്മളുടെ ഒരു സാമീപ്യവും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടോ സുഹൃത്തുക്കൾ? എങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ലോകം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് സൗഹൃദ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു സമയത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സൗഹൃദ ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നിങ്ങൾ തന്നെ അങ്ങ് വിചാരിക്കുക. അല്ലാതെ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങളുമുണ്ട്, അല്ലാത്ത സൗഹൃദങ്ങളുമുണ്ട് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സൗഹൃദ ബന്ധങ്ങൾ എന്താണെന്ന് അവർ തന്നെ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നത്, ചിലരെ ഒന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കാറില്ല, ചിലരെ ഞാൻ വിശ്വസിക്കാറുണ്ട്. ഡിപ്പെൻസ്. നമുക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ചേതനകളിൽ കൂടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാകും ആരാണ് നല്ലവരെന്നും ആരാണ് നല്ലവരല്ലാത്തവരെന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മൾ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ സെൽഫായിട്ട് ലവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ സെൽഫായിട്ട് ലവ് ചെയ്താൽ മാത്രമേ വേറൊരാൾക്ക് നമ്മുടെ ആ ഒരു ലവ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ സ്നേഹിക്കാനും പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാറുണ്ടോ? ഇപ്പം പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് വണ്ണം കൂടുതലാണ്, എന്നെ ആൾക്കാരെ കണ്ടാൽ എനിക്ക് മോശമാണ്, അവർക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ല അല്ലേ? പക്ഷേ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകേണ്ട കാര്യമില്ല. ഇപ്പം ഞാനും വണ്ണമുണ്ട്, എൻ്റെ കൈ വലിയ ടോണ്ടപ്പൊന്നുമല്ല, പിന്നെ എനിക്ക് വയറുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മീഡിയയിൽ പെർഫോം ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ ആരുമായിട്ടും എന്നെ കമ്പയർ ചെയ്യാറുമില്ല. ഞാൻ റീന, എൻ്റെ ബോഡി ഇങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ രൂപം ഇങ്ങനെയാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഈ ലോകത്തിലുള്ള സുന്ദരിമാരിൽ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, പോകുന്നെങ്കിൽ പോകട്ടെ, സൗഹൃദങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. ആരെയും യൂട്ടിലൈസ് ചെയ്യാനോ ആരുടെയെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടി അവരെ തേജോവധം ചെയ്യാനോ ഞാൻ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ചില സൗഹൃദങ്ങളാകട്ടെ, നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ എല്ലാം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ വലിച്ചെറിയുകയാണെങ്കിൽ, അത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നമ്മൾ പെരുമാറുകയാണെങ്കിൽ അത്തരം സൗഹൃദങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് അവസ്ഥകൾ വന്നിട്ടുണ്ട്. ചില ഫ്രണ്ടുകളാകട്ടെ വളരെ നല്ല രീതിയിൽ നമ്മളോട് നിൽക്കും, എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കണ്ടാൽ അറിയാത്തവരാകാം. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ ഇത് ചെയ്യേണ്ട, അവരുടെ സ്വഭാവം അതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, അവരുടെ സ്വഭാവം അതാണ്, അവരുടെ രീതി അതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം ഒരുപാട് സക്സസ്ഫുൾ ആവും എന്ന ഒരു ഉപദേശവുമായി റീന. ബൈ.